ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് വളരെ രുചികരമായ ഒരു ഞണ്ട് കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ഞണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഞണ്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ നമുക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് ഞണ്ടാണ്. സാധാരണ ഇവിടെ അറ്റ്ലാന്റിക് ബ്ലൂ ക്രാബാണ് കിട്ടാറ്. ഇപ്പോൾ ഈ ഒരു ഞണ്ടാണ് കേട്ടോ കിട്ടിയത്. ഇത് മൊത്തം ഫീമെയിലാണ്. അപ്പോൾ ഈ ഒരു 3 കാല്, ഇത് ചെറിയ കാലായ കൊണ്ട് തന്നെ ഞാനത് എടുക്കുന്നുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ വലിയ 2 കാലുണ്ടല്ലോ, അത് ഞാൻ കറിക്ക് എടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കാലായിരിക്കും ഞാൻ ആ കറിക്ക് എടുക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ കളയും. പിന്നെ ഇത് വൃത്തിയാക്കി വരുമ്പോൾ ഞാൻ ഈ ഒരു കാലിന് രണ്ടായിട്ട് ഒരു ചെറിയൊരു ഒരു കത്തി കൊണ്ട് ഒരു ചെറിയൊരു ഒന്ന് ചതച്ചിടും കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മസാല അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ചതച്ചിടുന്നത്. ഇപ്പം ഞാൻ ഞണ്ട് ക്ലീനാക്കി. ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ. ഞണ്ട് ക്ലീനാക്കി വന്നപ്പോൾ എനിക്കതിൻ്റെ ക്വാണ്ടിറ്റി കുറവായി. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഞാനതൊന്ന് കട്ട് ചെയ്തിടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതേപോലൊരു കത്രിക എടുത്തിട്ട് ഒന്ന് പകുതിയാക്കി മുറിച്ചാൽ മതി. ഇതല്ലെങ്കിൽ കത്തി കൊണ്ടും ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കത്രികയായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ മുറിച്ചിട്ടാണ് ഞാൻ കറിക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലായിട്ട് ഞാൻ കറിക്ക് ഇങ്ങനെയാണ് ഞാൻ കറിക്ക് കട്ട് ചെയ്യുക. പിന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ഒരു 3 ചെറിയ തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 5-6 കറിവേപ്പില. പിന്നെ ഞാൻ എടുത്തത് ഒരു 4 സവോളയാണ് കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു വലിയ പാൻ എടുക്കുക. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ച് ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതേപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു 4 സവോള വഴന്ന് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സവോള മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വഴറ്റണം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ വരെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. എന്നിട്ട് ഇത് മൂത്ത് വരുമ്പോൾ നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കുവാനുള്ളത് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് ആണ്. പച്ചമുളക്, അതേപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ ഇത് നന്നായിട്ട് ചെറുതാക്കി എരിയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇഞ്ചിയും ഒക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇട്ട് വഴറ്റുക. അങ്ങനെ ഇഞ്ചി പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇതിലോട്ട് ചേർക്കാം കേട്ടോ. അങ്ങനെ തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിടുവാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ചതച്ചിടുന്നുണ്ട് ഇവിടെ. ഈ തക്കാളിയൊക്കെ ഒന്ന് ചതച്ചിടുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും തക്കാളിയൊക്കെ. അങ്ങനെ ഇവയെല്ലാം കൂടി ഞാനിതൊന്ന് സോട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്നു വന്ന ശേഷം ഞാനിവിടെ ആഡ് ചെയ്തത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഏകദേശം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ്. അപ്പോൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം പെട്ടെന്ന് കരിയും. അങ്ങനെ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. പിന്നെ പൊടിയൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ വഴറ്റണം കേട്ടോ. അങ്ങനെ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ മസാല വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. അങ്ങനെ പൊടികളുടെ പച്ചമണം ഒക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിനി ഞണ്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച ഞണ്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ അതിലിട്ടിട്ട് തന്നെ വേണം നമ്മൾ ഈ ഞണ്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാൻ. അങ്ങനെ ഇപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇതിലോട്ട് ഞണ്ടിനെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി. എന്നിട്ട്
ഈ മസാല ഈ ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഞാനിതൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താലേ ഈ ഞണ്ടിലോട്ട് ഈ മസാല എല്ലാം പിടിക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യുവാനുള്ളത് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞണ്ടിനെ ഒന്ന് മുങ്ങിക്കിടന്ന് വേവുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും മസാല എല്ലായിടത്തും എത്തുന്ന വിധം ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഞണ്ട് ഒന്ന് മുങ്ങിക്കിടന്ന് വേവുന്ന രീതിയിൽ വേണം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നീട് ഞാനിതൊന്ന് ലിഡ് വെച്ച് അടച്ച് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കുവാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരും. അങ്ങനെ 20 മിനിറ്റിന് ശേഷം ഞാൻ ലിഡ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഞണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഇതേപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഞണ്ടിനെ. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് കുറച്ച് ഗരം മസാലയാണ്. അതും ഏകദേശം 1 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി കണ്ടോ, ഇതേപോലെ കുറുകിയിരിക്കണം കേട്ടോ ഗ്രേവി. അപ്പോൾ കുറച്ച് വെള്ളം അധികം ഉണ്ടായി. അപ്പോൾ ഞാനിതൊന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതിനൊന്ന് ഗ്രേവി പോലെ ആക്കി എടുക്കണം കേട്ടോ. ഒരു മീഡിയം അഥവാ ഒരു സെമി ഗ്രേവി പോലെ ആക്കി എടുക്കുകയാണ്. എന്നാലേ നമ്മുടെ ഞണ്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുരുമുളക് എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഞണ്ട് കറി ആയി. പക്ഷേ ഇപ്പോഴും ഗ്രേവിയുടെ തിക്നെസ് കുറച്ച് കുറവാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി അതൊന്ന് വറ്റിച്ചു. ഇപ്പോൾ ഇത് എൻ്റെ ഗ്രേവി ഇതേ ഒരു കൺസിസ്റ്റൻസിയിലായി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഞണ്ട് കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു കറി നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പൊറോട്ടയുടെ കൂടെ അതുപോലെ സാദാ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം.